പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന സർവശക്തനായ ജീവനുള്ള സത്യദൈവത്തിന് എന്നേക്കും മഹത്വവും സ്തുതിയും പുകഴ്ചയും. ദൈവകൃപയാൽ ദൈവ തിരുനാമമഹത്വത്തിനായി ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതങ്ങൾ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ. ഇന്നയോളം അവിടുന്ന് ചൊരിഞ്ഞ് കാണിച്ച ദൈവനായും കൃപയ്ക്കായും സ്തുതി. മാറ്റമില്ലാത്ത അവിടുത്തെ ദയ, സ്റ്റഡ് ഫാസ്റ്റ് ലവ്, ദീർഘക്ഷമയ്ക്കും എല്ലാറ്റിനായി സ്തുതി. തുടർന്നും നമ്മളെ ദൈവം വഴി നടത്തുവാൻ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം നമ്മോട് കൂടിയിരുന്ന സകല സത്യത്തിലും വഴി നടത്തുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യ പ്രകൃതിക്ക് അസാധ്യമെന്ന് കരുതുന്ന മനുഷ്യനെ ലോകപ്രകാരം അല്ലെങ്കിൽ ലോകദൃഷ്ടിയിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിനെല്ലാം സുസാധ്യമാണ്. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സർവശക്തി നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാനും തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും ഇതൊക്കെ വേണം. എല്ലാ സാധ്യങ്ങളെയും ദൈവം മാറ്റി സാധ്യമാക്കി തീർത്ത് തൻ്റെ നാമം നമുക്കൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പാ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന അവിടുത്തെ സർവ്വശക്തിക്കായി ഇത്രത്തോളം ഞങ്ങൾ കണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തുതി. തുടർന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. അത്ഭുതമേറിയ പ്രകാശം, ദിവ്യ ജ്ഞാനം ഞങ്ങൾക്ക് തിരുവചനത്തിൽ കൂടെ പകരണമേ. ആ വചനത്തിൻ്റെ പ്രകാശനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോഭിക്കണമേ. കർത്താവേ, തിരുഹിതം തിരിച്ചറിയുവാൻ, അത് ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളെ നിറയ്ക്കണം, മഹത്തോടുന്ന് മാത്രം എടുക്കണം. പ്രിയപുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇവിടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദ് ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ ഒരു പകരം കൊടുക്കും. ദൈവം ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? സകലവും എനിക്കുള്ളതല്ലേ? ഞാൻ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ മാംസം കുടിക്കുമോ, രക്തം കുടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയല്ല അതൊന്നും, അത് മനുഷ്യർക്ക് വേണ്ടി ദൈവം നിയമിച്ചതായിരുന്നു പഴയ നിയമത്തിൽ എല്ലാ പ്രമാണങ്ങളും. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ദൈവത്തിന് സ്തോത്രയാഗം കഴിക്കുക എന്നുള്ളതാണ്. താങ്ക്സ് ഗീവിങ് ഓഫറിങ് എന്ന് പറയാം. അത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, അതാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയതെന്ന് പറയാം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുക. അത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ തന്നെ തിരിച്ചറിയണം ദൈവമായി ചെയ്തതെന്ന്. അതിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഓരോന്ന് നമ്മളത് സർട്ടിഫൈ ചെയ്യുക, നമ്മളത് ചെയ്യുകയാണ്, പ്രൂവ് ചെയ്യുകയാണ് ദൈവമാണ് ഇതെൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന്. അതിനായി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒന്നും പുകഴാനായിട്ട് നമ്മൾ ശ്രമിക്കുകയില്ല. കാരണം എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നിലും പുകഴാൻ ഇടവരില്ല. ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുമ്പോൾ, വിജയത്തിനായ നിനക്ക് സ്തുതി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് ഇടപെടുന്നതിനായ നിനക്ക് സ്തുതി പിതാവേ, അപ്പോൾ എല്ലാറ്റിനും സ്തോത്രം ദൈവമേ എന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാർത്ഥമായി നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഹൃദയംഗമായി നമ്മൾ അർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നിലും പുകഴ്ത്തില്ല. നമ്മുടെ മേന്മയെന്നോ നമ്മുടെ മിടുക്കെന്നോ ഒന്നും നമ്മൾ പറയാൻ തുനിയത്തില്ല. എന്ന് പറഞ്ഞാലും എല്ലാറ്റിലും ഒരു ദൈവകൃപ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. ഇവിടെ പറയുകയാണെങ്കിൽ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാങ്കി കഴിക്കും. ഇത് തുടർന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനിടയ്ക്ക് നമ്മൾ കണ്ടു, അപ്പോൾ യഹോവയുടെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയ ഇതാകുന്നു. സാധാരണ പറയാറുണ്ട്, ജനനമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങി ജീവിതമെന്ന 3 അക്ഷരത്തിൽ തുടർച്ചയായി ജീവിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ തീരുന്നതാണ് ജീവിതം എന്ന് ചിലർ പറയും അല്ലേ. നമ്മൾ ചിന്തിച്ചു, ആ മരണമെന്ന 3 അക്ഷരത്തിൽ തീരുന്നതല്ല, നിത്യത എന്ന ആ വലിയ സത്യത്തിലേക്ക് നീളുന്നതാണ്, ആ 3 അക്ഷരത്തിലേക്ക് നീളുന്നതാണ് ജീവിതം. അതിന് നമുക്ക് ചേർത്ത് പറയാൻ പറ്റും, വിശ്വാസവും പ്രത്യാശയും എന്ന 3 അക്ഷരം. വിശ്വാസം എന്ന 3 അക്ഷരം, പ്രത്യാശ എന്ന 3 അക്ഷരം. ആ അക്ഷരത്തിലല്ല, അത് പറയുന്ന ആ കാര്യങ്ങൾ, വിശ്വാസവും പ്രത്യാശയും. പിന്നെ അതിൻ്റെ പൂർത്തീകരണമായ ആ നിത്യസ്നേഹത്തിലേക്ക് നമ്മൾ നയിക്കുവാനായിട്ട് അതാണ് യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത്.
ഇവിടം കൊണ്ട് അസ്തമിക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നെന്ന് കണ്ടു. തുടർന്ന് ദാവീദ് പറയുകയാണ്, യഹോവയ്ക്ക് ഞാൻ നിൻ്റെ ദാസനാകും, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ എന്ന് പറയുകയാണ്. ലോർഡ്, ഐ ആം യുവർ സെർവൻറ്റ്, ഞാൻ നിൻ്റെ ദാസനാണ്. ഐ ആം യുവർ സെർവൻറ്റ്, ഐ ആം യുവർ സെർവൻറ്റ്, ദ ചൈൽഡ് ഓഫ് യുവർ സെർവിങ് ഗോഡ്. താവേ, ഞാൻ നിൻ്റെ ദാസനാണ് എന്ന് പറയാൻ്റെ കാരണം സെർവൻറ്റ്, ഗോഡ് സെർവൻറ്റ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വേലക്കാരനാകുക, ദൈവത്തിൻ്റെ ദാസനായിരിക്കുക, അതാണ് ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്. അത് അതോറിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ദൈവവൈതലിനുള്ള അധികാരം എന്ന് പറയുന്നത് ഭൗമിക തലത്തിൽ മാത്രമല്ല, സ്പിരിച്വൽ റിയൽ, ആത്മതലത്തിൽ ശത്രുക്കളുടെ മേൽ, ശത്രുവിൻ്റെ മേൽ എല്ലാം നമുക്ക് അധികാരമുള്ള. മാത്രമല്ല അതൊരു ഏറ്റവും വലിയ അധികാരം എന്ന് പറഞ്ഞതാണ് കാൺമീനാണ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാന്നൊക്കെ ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അതുപോലെ അതോറിറ്റിയാണ് ദൈവമക്കളെന്ന്, മക്കളെങ്കിലും അവകാശികളുമാകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ദൈവമകനായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പദവി. തുടർന്ന് സെർവിങ് ഇതിൽ തന്നെ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ ദാസൻ, സെർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു പദവിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നമുക്ക് തരുമ്പോൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ദാവീദ് പറയുകയാണ്, യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസൻ എൻ്റെ ദാസിയുടെ മകനും തന്നെ എന്ന് പറയുന്നു. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ച് വീക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രകാരങ്ങളിലും യെരൂശലേമേ നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കഴിക്കും. യഹോവയെ സ്തുതിക്കുവീനെന്ന് ഇവിടെ പറയുന്നു. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. യു ഹാവ് ലൂസ്ഡ് മൈ ബോൺസ്. ഒത്തിരി ബന്ധനങ്ങൾ, പലതരം ബന്ധനങ്ങളുണ്ട്. പാപത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, മരണബന്ധനങ്ങൾ, മരണഭയമെന്ന ബന്ധനങ്ങൾ, അല്ലേ, അങ്ങനെ അനവധി ബന്ധനങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ റിലീസാകുകയാണ്, ഇതിനെല്ലാം നമ്മൾ മോചിതരാകുകയാണ്. നമുക്ക് പുറമേ ഒന്നും ഒരു വ്യക്തി, ഒരു യഥാർത്ഥ സത്യക്രിസ്ത്യാനി, നാമധേയ ക്രിസ്ത്യാനിയല്ല, ഒരു നാമധേയ ക്രിസ്ത്യാനിത്വം വഹിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞുകൊണ്ട് പേർ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അത് സാധാരണ ഉള്ളത് മാത്രം. അതുകൊണ്ട് മുഴുവൻ പേരും ക്രിസ്ത്യാനികളായി തീരുക എന്നുള്ളതല്ല കർത്താവ് ലക്ഷ്യം. യഥാർത്ഥ ക്രിസ്തു ദൈവഭക്തരായി നമ്മൾ മാറണം. യഥാർത്ഥ ദൈവവേദങ്ങളായിട്ട് നമ്മൾ മാറി ജീവിക്കണം. അതാണ്. അല്ലാതെ കുറേ എല്ലാവരും മതം മാറി ക്രിസ്ത്യാനികൾ, അതല്ല, അതിൻ്റെ കർത്താവ് ചെയ്തില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനൊന്നുമല്ല ക്രിസ്തീയ ആദർശം നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് ക്രിസ്തീയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറയാം. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും സത്യമായിട്ട് ദൈവത്തെ അറിയണം, അറിഞ്ഞ് ദൈവത്തിൻ്റെ വകയായി തീരണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ റിലീസ് അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആകുമ്പോൾ അവന് സംഭവിക്കുന്നത് എന്താ? ഈ റിലീസ് ഫ്രം മെനി ബോൺസ്, റിലീസ്, ഈ മോചനമാണ്. അത് ആന്തരികമായി നടക്കുന്നതാണ്, ഭൗമികമായി നടക്കും. ആന്തരിക മോചനത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണം അവൻ സ്വതന്ത്രനായി മാറുകയാണ്. അവൻ ജോയ്ഫുള്ളായി, അവൻ സന്തോഷമായവരാണ്. അതാണ് ഒരു മനുഷ്യർക്കും പറഞ്ഞറിയിക്കാൻ, എടുത്തു കളയാൻ പറ്റാത്ത സമാധാനവും സന്തോഷവും കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ്. മനുഷ്യർക്ക് എടുത്തു കളയാൻ പറ്റാത്ത, സാഹചര്യങ്ങൾക്കൊന്നും അപഹരിക്കാൻ പറ്റാത്ത വലിയ സന്തോഷം, ആ ഗ്രേറ്റ് പീസ്, വലിയ സമാധാനമൊക്കെ കൊണ്ട് ദൈവം നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കുകയാണ്. അതാ കർത്താവ് തിരുവചനം പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. റിയലായിട്ട് യഥാർത്ഥ സ്വതന്ത്രരാകുന്നുണ്ട്. പുറമേയുള്ള ബന്ധനങ്ങളോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ. യഥാർത്ഥ ആന്തരികമായ സൗഖ്യവും ആന്തരികമായ സ്വാതന്ത്ര്യവും എല്ലാം, ആത്മാവിൻ്റെ മോചനവും ആത്മാവിൻ്റെ ആത്മഹർഷം എന്നൊക്കെ പറയുന്ന ആന്തരിക സന്തോഷവും എല്ലാം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. ദാവീദ് പറയുന്നത് രക്ഷയുടെ സന്തോഷം എന്നൊക്കെ പറയുന്നില്ലേ, ജോയ് ഓഫ് സാൽവേഷൻ. അതൊക്കെയാണ് ഈ ആന്തരിക ബന്ധനങ്ങൾ അഴിഞ്ഞതിൻ്റെ ഒരു ലക്ഷണമായി പറയുന്നത്. നമ്മുടെ ഉള്ളത്തിൽ തിരിഞ്ഞു എവിടെയെങ്കിലും നമ്മളുടെ ബന്ധനങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അതെല്ലാം അഴിഞ്ഞു പോവുകയാണ്, കെട്ടുകളെല്ലാം അഴിയപ്പെടും. ഒരു പാട്ടുണ്ട് അല്ലേ, ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, അല്ലേ, ബാധകളൊഴിയും രോഗമൊക്കെ മാറും ആരാധനയെങ്കിൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ബന്ധങ്ങൾ അഴിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് ദാവീദ് പറയുന്നു, ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന്. ദൈവത്തെ സ്തുതിക്കാതിരിക്കത്തേക്കോണം ലോകത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മളെ ബന്ധിതരാക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് മോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക.
അതിൽ നിന്ന് റിലീസാകുക, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം കർത്താവ് കൃപയാൽ നമുക്ക് തരട്ടെ. അതിന് നമുക്ക് ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കേണ്ട സാധിക്കണം. തുടർന്നും ദാവീദ് മുൻപ് പറഞ്ഞ കാര്യം പറയാണ്, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച്, അതാണ് പറയുക, സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കോൾ അപ്പോൺ മീ ഇൻ ട്രബിൾ ടൈം. നമുക്ക് വിളിക്കാൻ എപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു നമ്പർ യിരെമ്യായിൽ എന്തെന്ന് 33:3 അതാണ് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് യിരെമ്യാ 33:3 പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഉണ്ടോ? അപ്പോൾ ദൈവം പറയുക എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ എപ്പോഴും നമുക്ക് വിളിക്കാൻ അർജൻറ്റ്, അല്ലെ, എമർജൻസി നമ്പർ എന്നൊക്കെ പറയത്തില്ലേ, എപ്പോഴും നമുക്ക് സമീപസ്ഥമായി നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും കേൾക്കുന്ന, അടുത്തിരിക്കുന്ന ഇത്ര വലിയ ദൈവം വേറെ ആരുള്ളൂ എന്ന് ഇസ്രായേലിനോട് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചിരിക്കും, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രകാരങ്ങളിലും യെരൂശലേമേ നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാങ്കെ കഴിക്കും, യഹോവയെ സ്തുതിക്കുകയും. തുറന്നുകൂടെ പറയാണ്, എൻ്റെ നേർച്ചകളെ സകല ജനവും കാങ്കെ കഴിക്കും. യെരൂശലേമിനെ കേന്ദ്രീകരിച്ചാണെന്ന് പറയുന്നത്, യെരൂശലേം അവരുടെ അന്നത്തെ ആലയം. പക്ഷേ ഇന്ന് നമ്മൾ കാണാം അവിടെ ദേവാലയമില്ല, തകർത്ത് കളഞ്ഞു. AD 70 തീറ്റൂസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തകർത്തായിട്ട് കാണുന്നുണ്ട്. അത് പുനഃസ്ഥാപിക്കപ്പെടുമെന്നൊക്കെ പറയുന്നു. അതായാലും നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, സകല ജനവും കാങ്ക കഴിക്കത്തിക്കൊണ്ട് നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, സാക്ഷ്യമുള്ള ജീവിതം. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതാണ് നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എവിടെയും എല്ലായിടത്തും നമ്മളെക്കൊണ്ട് തൻ്റെ ക്രിസ്തുവിൻ്റെ സൗരഭ്യത്തിൻ്റെ വാസന വീശുമാറാക്കുന്ന ദൈവം. എവിടെയായാലും നമുക്ക് ആ ഒരു സെൻറ്റ്, ആ ഒരു ഇങ്ങനെ പറയുന്നത് ആ ഒരു അരോമ, നമ്മൾ ചിന്തിച്ചതുപോലെ ആ ദൈവിക സൗരഭ്യത്തിൻ്റെ വാസന വീശുന്ന പരിമള തൈലങ്ങളായി, പരിമള വാസനയുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ വിട്ടുകൊടുക്കുകയും ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ദൈവത്തെ സ്തുതിക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഒന്നും മറന്നുപോകാതെ സ്തോത്രയാഗം അർപ്പിക്കുവാനായിട്ട്, ദൈവമേ സ്തുതി എന്ന് പറയുവാൻ, ഓരോന്നിലും ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. എപ്പോഴും ഇടവിടാതെ സ്തുതി, അല്ലേ? ഒരു പൗരസ്ത്യ സഭകളുടെ പ്രാർത്ഥനകളിൽ ചൊല്ലുന്ന എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന ഒരിതാണ്, ഇടവിടാതെ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലോന്നതിയും സദാ എപ്പോഴും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന. അവിടെ പറയും, ഇടവിടാതെ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ലോന്നതിയും, ഇടവിടാതെ വിത്തൗട്ട് സീസ്, ഇടവിടാതെ കരയേറ്റവും യോഗ്യരാക്കി തീർക്കണം പറയുന്നത്. അപ്പോൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കാൻ, അതാണ് കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഇഷ്ടമെന്നാണ് കർത്താവ് ഇഷ്ടം. അത് ഇടവിടാതെ സ്തുതിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമെന്നാണ് തീമോഥെയോസിലേഖനത്തിൽ പറയുന്നത്. ഇതല്ലോ ക്രിസ്തു യേശു നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമെന്നും അവിടെ പറയുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മനയനങ്ങൾ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, നമ്മളോട് കൂടെ ഇരിക്കട്ടെ, നമ്മളെ വഴി നടത്തട്ടെ, നമ്മുടെ ഉൾനയനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ആന്തരിക മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിൽ നമ്മൾ തുടർന്ന് വർദ്ധിക്കുവാൻ ദൈവം ധാരാളമായ കൃപ നമ്മളെ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഒരു ദിവസത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കേട്ട വചനത്തിനായി അപ്പോൾ ആ തിരുവെഴുത്തുകളുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊട്ടിക്കൊണ്ടുപോകണമേ. അപ്പോൾ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ ഹിതമെല്ലാം ചെയ്യുവാൻ, എൻ്റെ ഹിതമൊക്കെയും ചെയ്യുന്നവനെന്ന് ദാവീദിനെക്കുറിച്ച് അവിടെ നിർലയിച്ചതുപോലെ അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യുവാനുള്ള എല്ലാ കൃപകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു നിമിഷം ഞങ്ങളുടെ മേൽ അവിടെ ദൃഷ്ടിയുണ്ട്, വഴി നടത്തണമേ കർത്താവേ. നല്ല കൃപകൾക്കായി സ്തുതി, എല്ലാറ്റിനായി സ്തോത്രം. ഇതുവരെ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി, കൃപകൾക്കായി, വഴി നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. മഹത്തോട് മാത്രം കൊടുക്കണം. ആമേൻ. നാൾ തോറും താൻ ചെയ്തവയാം നന്മകൾക്കായി സ്തുതി പാടാം.